Sir, good morning and welcome to the show. Morning, Vishnu. Morning, viewers. സാർ ആദ്യം നമുക്ക് ഏതായാലും US മാർക്കറ്റിലോട്ട് തന്നെ ഒന്ന് പോകാം. ഇന്നലത്തെ ഒരു ട്രേഡ് നോക്കുമ്പോൾ നമ്മൾ US മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് ഡൗ ജോൺസ് S&P 500 തുടങ്ങിയ സൂചികകളൊക്കെ തന്നെ നേരിയ ഇടിവിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്കിൽ നേരിയ ഒരു പോസിറ്റീവ് രീതിയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാര്യമായൊരു മൂവ്മെൻ്റ് ഒന്നും നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ US മാർക്കറ്റിൽ കാണാൻ സാധിച്ചില്ലായിരുന്നു. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോഴെന്താണ്? American വിപണിയിലെ ബോത്ത് ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർലൈൻ ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2-3 സെഷൻസിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന ഈ നേരിയൊരു ഇടിവ് ഇസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് ഈ ഒരു നിലവിലുള്ള ബുള്ളിഷ് ട്രെൻഡ് റെസ്യൂം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ ഇന്ന് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 45,000 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്നും ചുരുങ്ങിയത് ഒരു 500 പോയിന്റിന്റെ നേട്ടമെങ്കിലും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അതിനെ ഡൗ ജോൺസ് ഇൻഡെക്സിനെ അപേക്ഷിച്ച് ബെറ്റർ ഒരു ബുള്ളിഷ് പാറ്റേൺ നമുക്ക് ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ബുള്ളിഷ് ട്രിഗർ 23,750 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 23,950, 24,200, 24,400. ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് എടുത്തു പറയാനുള്ള ടെക്നോളജി സ്റ്റോക്ക് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. സാർ നമുക്കിനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. എന്തായാലും ഇന്ന് ബ്രെൻഡ് WT ക്രൂഡൊക്കെ നോക്കുമ്പോൾ ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? WTI ക്രൂഡിന്റെ കേസിലും അതുപോലെ തന്നെ ബ്രെൻ ക്രൂഡിന്റെ കേസിലും ഒക്കെ ബോത്ത് ഡൗൺ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. WTI ക്രൂഡിന്റെ കേസിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $61 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് വീണ്ടും ഒരു കനത്ത സെല്ലിംഗ് ക്രൂഡിൽ പ്രതീക്ഷിക്കാം. അറ്റ് ദ കറന്റ് ലെവൽസ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.2% അടുത്ത് നിൽക്കുന്ന ഒരു നേട്ടത്തിലുള്ള ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. 3,339 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $3,410. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ഷോർട്ട് ടേമിൽ നമുക്ക് $30 മുതൽ $40 നേട്ടം പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $3,360 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നാൽ നമ്മൾ ഇന്നലെ കണ്ടത് നിഫ്റ്റി 50 ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും 1% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് 24,876 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് മാർക്കറ്റ് ഒരു മുകളിലോട്ട് മൂവ് ചെയ്യാതെ ഒരു താഴോട്ട് ഒരു നേരിയ രീതിയിൽ ഒരു സൈഡ് വേസ് രീതിയിലുള്ള ഒരു ക്ലോസിംഗ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും നിഫ്റ്റി 50യിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകളും ഒപ്പം നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷനും കൂടി ഷെയർ ചെയ്യാമോ? നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് തുടർച്ചയായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. സോ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് അതൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. നമുക്കൊരു ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് റിവേഴ്സൽ കൺഫേം ചെയ്യണമെങ്കിൽ 25,000 പോയിന്റിന്റെ മുകളിൽ നിഫ്റ്റി 50ക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കണം. ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 24,400 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സർ, ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് 55,734 എന്നൊരു ലെവലായിരുന്നു. 0.71% നേട്ടത്തിലാണ് ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എടുക്കുകയും 1 അവർ ക്യാൻഡിൽ നോക്കും ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ഇൻട്രാഡേ ഹൈ രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് മാർക്കറ്റ് നേരിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് നിഫ്റ്റി 50യെ പോലെ തന്നെ വളരെ സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷുമായി തന്നെ തുടരുന്നു.
നമുക്ക് ഈ ഒരു ഇൻഡെക്സിലെ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 56,200 56,300 ഈ റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ്നെസ് കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 54,800 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ, ഇനി ഒരു സെക്ടറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഏതായാലും ഇന്നലത്തെ ഒരു മാർക്കറ്റിൽ വളരെ ശ്രദ്ധിച്ച ഒരു സെക്ടേഴ്സ് എല്ലാവരും ഓട്ടോ സൂചികയാണ്. എന്തായാലും വലിയ രീതിയിൽ, അതായത് 4% മുകളിലേക്ക് ഒരു കുതിപ്പ് രേഖപ്പെടുത്താൻ ഇന്നലെ ഓട്ടോ സൂചികയ്ക്ക് സാധിച്ചിരുന്നു. നമ്മളൊപ്പം നോക്കുമ്പോൾ ഓട്ടോ സൂചികയിലെ പല സ്റ്റോക്കുകൾക്കും 5%-ഒക്കെ മുകളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലോസിംഗ് എടുക്കാൻ സാധിച്ചിരുന്നു. എസ്പെഷ്യലി മാരുതി, അശോക് ലൈലാൻഡ്, TVS മോട്ടോഴ്സ്, ഹീറോ മോട്ടോഴ്സ് ഒക്കെ തന്നെ മികച്ചൊരു മുന്നേറ്റത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓട്ടോ സൂചികയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ നമുക്കൊരു വലിയൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇൻഫാക്ട് നമ്മൾ ഓട്ടോ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും മാരുതി, അതുപോലെ തന്നെ മഹീന്ദ്ര, ഇത്തരം സ്റ്റോക്സിലൊക്കെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈസ് തന്നെ കാണാൻ സാധിച്ചിരുന്നു. കൈവശം ഓട്ടോ മേഖലയിലെ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഈ എൻ്റെ ഓട്ടോ സെക്ടറിൽ മേ ബി ഒരു വീക്ക് സ്റ്റോക്ക് എന്ന് പറയാവുന്നത് ഇറ്റ് ഇസ് ടാറ്റ മോട്ടോ. ടാറ്റ മോട്ടോറിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഓൾമോസ്റ്റ് ബാക്കി എല്ലാ ഓട്ടോ സ്റ്റോക്സിലും നമുക്ക് അണ്ടർടോൺ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇന്നലെ ഇത്രയും വലിയൊരു നേട്ടത്തിനെ തുടർന്ന് ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അവസരം പുതിയ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. സാറിന് ആദ്യം നമുക്കൊരു സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ചോദിക്കാനുള്ളത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. ഏതായാലും ഇന്നലെ നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 140 എന്നുള്ളൊരു പ്രൈസാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർച്ചിന് ശേഷം സ്റ്റോക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20% മുകളിലേക്ക് ഒരു റിട്ടേൺ നൽകിയ നിലയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. IOCയിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? IOCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 137 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് അബാർ ഇൻഡസ്ട്രീസ് ആണ്. അബാറിനെ കുറിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാർ എനിക്ക് ഡാറ്റ ലഭ്യമായിട്ടുണ്ട്. അബാർ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 1% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്. 8,476 എന്നാണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മെയ്യിൽ വലിയ രീതിയിലുള്ള ഒരു റിട്ടേൺ രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമുള്ള ഈ ഒരു തുടർന്നുള്ള മാസങ്ങൾ നോക്കുമ്പോൾ നേരിയ തോതിലൊരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അബാർ ഇൻഡസ്ട്രീസിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അബാറിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമ്മൾ കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 8,390 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ളത് SKF ഇന്ത്യയാണ്. SKF നോക്കുമ്പോൾ 1.4% നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. 4,500 എന്നുള്ളൊരു പ്രൈസിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SKF ഇന്ത്യയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? SKF ഇന്ത്യയുടെ കേസിൽ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ വോള്യൂം കാണാൻ സാധിക്കുന്നില്ല. സോ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ട് കാണാൻ സാധിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 4,300 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി അറിയേണ്ടത് ജിയോ ഫിറ്റിനെ കുറിച്ചാണ്. ജിയോ ഫിറ്റ് നോക്കുമ്പോൾ 0.6% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 329 എന്നുള്ളൊരു പ്രൈസാണ് സ്റ്റോക്ക് ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞൊരു 5 മാസങ്ങളിൽ നോക്കുമ്പോഴും നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് നടത്താൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു ടേൺ അറൗണ്ട് നടന്നതായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ജിയോ ഫിന്നിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ജിയോഫിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ ആണ് നടക്കുന്നത്. 310 മുതൽ 340 ഇതാണ് ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ ആ സ്റ്റോക്ക് നിലവിൽ കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 310 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കണമെങ്കിൽ 340 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക.
ഇനി നമുക്ക് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1.4% നേട്ടമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 29 എന്നുള്ളൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഏതായാലും ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് നോക്കുമ്പോൾ ഏകദേശം 15% താഴെ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ നിലവിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷുമായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 28 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 30 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ചുരുങ്ങിയത് 1.5 മുതൽ 2 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് ഡെൽറ്റ കോപ്പിനെ പറ്റിയാണ്. ഡെൽറ്റ കോപ്പ് നോക്കുമ്പോൾ 2% ഇടിവായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. 83 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാര്യമായൊരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു നേട്ടമോ ഇല്ലാത്തൊരു ട്രേഡിംഗ് ആണ് സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകളും ഏതൊക്കെയാണ്? ഡെൽറ്റ കോപ്പ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 4-5 മാസമായിട്ട് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 80 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 97 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇനി IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ 1.64% ഒരു നേട്ടമാണ് ഇന്നലെ കാഴ്ചവെച്ചത്. 69 എന്നുള്ളൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു ലാസ്റ്റ് 4 മന്ത്സ് നോക്കുമ്പോൾ ഏകദേശം 30% മുകളിലേക്ക് ഒരു നേട്ടം സ്റ്റോക്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. കഴിഞ്ഞ 1 മാസമായിട്ട് ഈ സ്റ്റോക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു ആൻഡ് ഈ സ്റ്റോക്കിന് വളരെ മികച്ച സപ്പോർട്ട് 67 രൂപയിൽ ലഭിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആൻഡ് ഈ ഒരു കൺസോൾട്ടേഷന്റെ അവസാനത്തെ ഘട്ടത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 71 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. 71ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ഒരു റെസിസ്റ്റൻസ് 72 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ വലിയൊരു നേട്ടം പ്രതീക്ഷിക്കാം. ഇനി സുസ്ലോണിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 3% മുകളിലേക്ക് ഇടിവായിരുന്നു സുസ്ലോൺ രേഖപ്പെടുത്തിയത്. 58 ആണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഏതായാലും കഴിഞ്ഞ 2 മാസം നോക്കുമ്പോൾ ഈ ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് സുസ്ലോൺ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുസ്ലോണിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സുസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 56 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ പാസ്റ്റ് ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് വിലയിരുത്തുമ്പോൾ 1.8% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. 1721 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ ഇപ്പോൾ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. സ്റ്റോക്കിലെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1600 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് ടേമിൽ നമുക്ക് 2 ട്രിഗേഴ്സാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ ട്രിഗർ 1760 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1880, 1960 ഈ റേഞ്ചിലായിരിക്കും. 1960ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് ഇസ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ അപേക്ഷിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡിനേക്കാൾ വളരെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നിലവിൽ ഫോം ചെയ്തു വരുന്നത് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ഗാർഡൻ റീച്ച്. ഗാർഡൻ റീച്ചിന്റെ കേസിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2705 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ ഹൈ പോസിബിലിറ്റിയെ കാണാൻ സാധിക്കുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 2820 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം.
സാർ നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് എറ്റേണലാണ്. എറ്റേണലിനെ സംബന്ധിച്ച് ഇന്നലെ 1% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 314 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും സ്റ്റോക്കിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ഏപ്രിലിന് ശേഷം വലിയ റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ഏകദേശം 60% ഒരു റിട്ടേൺ ഓൾറെഡി നൽകി കഴിഞ്ഞു. മാത്രമല്ല ഈ ഒരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് എറ്റേണൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയാണോ അതോ ഇനിയും മുന്നോട്ടൊരു സാധ്യത സ്റ്റോക്കിനുണ്ടോ? ഇറ്റേണൽ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു. ആൻഡ് നാച്ചുറലി ഇന്നലെ കാണാൻ സാധിച്ചിരിക്കുന്നു ഇറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മളൊരു വളരെ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ ഈ ഒരു വോളറ്റിലിറ്റിക്ക് വേണ്ടി തയ്യാറായിരിക്കണം. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 312 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഇനിയൊരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലുള്ളത് ബാങ്കിങ് സെക്ടറിൽ നിന്നാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് സ്റ്റോക്ക് കാഴ്ചവെച്ചതായിട്ട് കാണുന്നത്. 242 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. കഴിഞ്ഞൊരു 2-3 മാസങ്ങൾ നോക്കുമ്പോൾ നേരിയ തോതിലൊരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ബാങ്ക് ഓഫ് ബറോഡയിൽ എന്താണ്? ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ടിന് ഒരു പോസിബിലിറ്റിയും കാണുന്നില്ല. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 250, 265 ഈ റേഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു പുതിയ ബുള്ളിഷ് ട്രെൻഡ് കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് റെയിൽവേ സെക്ടറിൽ നിന്നാണ്. IREDയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 2.45% നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 147 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ മാസം നോക്കുമ്പോൾ 13% ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. IREDയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? വിഷ്ണു, ഒരു കറക്ഷൻ. IREDA ഇസ് നോട്ട് എ റെയിൽവേ സ്റ്റോക്ക്. IREDയുടെ ഫുൾ ഫോം ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി എന്ന ഇതിന്റെ ഫുൾ ഫോം. ആൻഡ് IREDA നിലവിലുള്ള ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 160, അതിനുശേഷം 180 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 137 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സാർ, നമുക്കിനി അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള അദാനി എൻ്റർപ്രൈസസിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 2% മുകളിലേക്കൊരു നേട്ടമാണ് അദാനി എൻ്റർപ്രൈസസ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 2000 മുകളിലുള്ള ഒരു പ്രൈസ്, 2333 എന്നൊരു പ്രൈസാണ് സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദാനി എൻ്റർപ്രൈസസിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, നമ്മൾ ഓൾമോസ്റ്റ് ഏത് അഡാനി സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞ 1.5 മാസത്തിനിടെ വലിയൊരു സെല്ലിംഗ് ആയിരുന്നു വീണ്ടും അഡാനി സ്റ്റോക്സ് നേരിട്ടിരിക്കുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. അഡാനി സ്റ്റോക്സിൽ നമുക്ക് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 2400, 2450 ഈ റേഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാറിന് നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ബജാജ് സ്റ്റീലാണ്. ബജാജ് സ്റ്റീലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 1.73% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 491 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോഴും കഴിഞ്ഞ ഒരു 3 മാസങ്ങളിലൊക്കെ ആയിട്ട് സ്റ്റോക്കിലൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബജാജ് സ്റ്റീലിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ബജാജ് സ്റ്റീലിന്റെ ആദ്യത്തെ ഒരു പ്രോബ്ലം എനിക്ക് കാണാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ BSE, NSEയിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നില്ല. ഇത് വളരെ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഇല്ല. ഏപ്രിൽ മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് ഈ സ്റ്റോക്ക് സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഉടനെ ആ ഒരു പൊസിഷൻ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സാറിന് നമുക്ക് നിവ ബൂപ്പയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഏതായാലും ഇൻഷുറൻസ് സെക്ടറിൽ നിന്നുള്ള ഈ ഒരു ഓഹരിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ 5% മുകളിലേക്കൊരു നേട്ടം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. 86 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 2024 നവംബറിലാണ് ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തതെന്നാണ്. എന്നാൽ അതിനുശേഷം സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാര്യമായൊരു റിട്ടേൺ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഏകദേശം ഒരു 10% മുകളിൽ നേട്ടം മാത്രമാണ് ഇപ്പോഴുള്ള ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്?
നിവ ബൂപ്പ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ 2-3 മാസം ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടെങ്കിലും അതിനുശേഷം ജൂൺ മാസത്തിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയിട്ടുണ്ട്. 75 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ടും ഈ സ്റ്റോക്കിന് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല എളുപ്പത്തിന് ആ ഒരു സപ്പോർട്ട് ബേസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 92, അതിനുശേഷം 97. 97ന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ഈ സ്റ്റോക്കിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ബജാജ് ഗ്രൂപ്പിൽ നിന്നുള്ള മറ്റൊരു ഓഹരിയെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. ബജാജ് ഓട്ടോയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഇപ്പോൾ നോക്കുമ്പോൾ 4% മുകളിലൊരു നേട്ടം ഇന്നലത്തെ ട്രേഡിങ്ങിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചിരുന്നു. 8588 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് കാണുന്നത്. ഏതായാലും ഒരു ഓൾ ടൈം ഹൈ സെപ്റ്റംബറിലായിരുന്നു, അതായത് 2024 സെപ്റ്റംബറിൽ രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 30% മുകളിലേക്ക് സ്റ്റോക്ക് ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നേരിയ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാണാനും സാധിക്കുന്നുണ്ട്. ബജാജ് ഓട്ടോയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ബജാജ് ഓട്ടോയുടെ കേസിൽ ഹീറോ മോട്ടോഴ്സ് ആൻഡ് TVS മോട്ടോഴ്സിനെ അപേക്ഷിച്ച് കഴിഞ്ഞ 2-3 മാസത്തിനിടെ നമുക്ക് അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞ 2 ക്വാർട്ടേഴ്സിലോ മറ്റ് 2 സ്റ്റോക്സിനെ അപേക്ഷിച്ച് പെർഫോമൻസ് വളരെ സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്റ്റോക്കിന്റെ ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഈ കമ്പനിയുടെ ഈ ഒരു ഫൈനാൻഷ്യൽസിലൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കണം. കാര്യം ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 8800, അതിനുശേഷം 900 രൂപയും. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു ഷോർട്ട് ടേം അപ്സൈഡ് ഞാൻ കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 7600 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഐനോക്സ് വൈൻഡാണ്. നമ്മൾ നോക്കുമ്പോൾ ഐനോക്സ് വിൻഡാണ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 2.1% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 139 സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ലാസ്റ്റ് 3 മന്ത്സ് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഐനോക്സ് വിൻഡ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. കഴിഞ്ഞ 2-3 മാസമായിട്ട് തുടർച്ചയായിട്ടുള്ള സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വേർഷയെ മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 135 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അറിയേണ്ടത് ഗോപാൽ സ്നാക്സിൻ്റെ വ്യൂ ആണ്. 1.65% ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 354 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് മെയ്യിൽ വലിയ രീതിയിൽ ഏകദേശം 20% ഒരു റിട്ടേൺ ആണ് മെയ് മാസത്തിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. അതിനുശേഷം നോക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞുള്ള ഒരു 3 മാസങ്ങളിൽ ഒരു കൺസോൾട്ടേഷൻ പോലുള്ള ഒരു ട്രേഡിംഗ് ആണ് സ്റ്റോക്കിൽ കാണുന്നത്. ഗോപാൽ സ്നാക്സിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോഴെന്താണ്? ഗോപാൽ സ്നാക്സ് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് തന്നെ നമ്മൾ ഓർക്കണം. ആൻഡ് ഈ സ്റ്റോക്കിലും നമുക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ ആദ്യം തന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. അങ്ങനെ കംഫർട്ടബിൾ ആണെങ്കിൽ 325 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 390 റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. സാർ, ഇനി ചോദിക്കാനുള്ളത് ശക്തി പമ്പിൻ്റെ വ്യൂ ആണ്. ഇന്നലെ നോക്കുമ്പോൾ 0.2% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 867 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നോക്കുമ്പോൾ സ്റ്റോക്കിൽ കൺസോൾട്ടേഷനാണ് കാണുന്നത്. വലിയ രീതിയിലുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൂവ്മെൻറ്റോ ഒന്നും കാണാതെയുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഓഹരിയിൽ എന്താണ്? ശക്തി പമ്പ്സിന്റെ കേസിൽ വീണ്ടും ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ നമുക്ക് ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ പൊസിഷൻസ് ഉണ്ടെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. നമ്മുടെ അടുത്ത ഫോക്കസിലുള്ളൊരു സ്റ്റോക്ക് പരാദീപ് ഫോസ്ഫേറ്റ് ആണ്. സ്റ്റോക്കിൻ്റെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 199 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസം ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഒരു മാസം നോക്കുമ്പോൾ നേരിയ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ടും കാണുന്നുണ്ട്. പരാദീപ് ഫോസ്ഫേറ്റിൽ താങ്കളുടെ ടേക്ക് എന്താണ്?
ഇപ്പോൾ പരാതി ഫോസ്ഫേറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിനോടൊപ്പം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നാഷണൽ ഫെർട്ടിലൈസർ, മദ്രാസ് ഫെർട്ടിലൈസർ, FACT മുതലായ പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ സ്റ്റോക്സ് ആയിരിക്കണം. ആൻഡ് ഈ 4 സ്റ്റോക്സിനെ അപേക്ഷിച്ച് പരാതിപ്പായിരുന്നു നമുക്ക് ഏറ്റവും നല്ലൊരു റിട്ടേൺ കഴിഞ്ഞ 3-4 മാസത്തിനിടെ നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2-3 മാസത്തിൽ നമുക്ക് ലഭിച്ച ആ വലിയൊരു നേട്ടത്തിനെ തുടർന്ന് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ 186, അതിന് തൊട്ടൻ മുകളിൽ 195. ഇൻഫാക്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും 195ന്റെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലാണ് ഇപ്പോൾ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സപ്പോർട്ട് ലെവൽസ് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. നമ്മൾ ഈ ആഴ്ചത്തെ ട്രിഗറായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 208 രൂപയായിരിക്കണം. സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും നമ്മുടെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ സ്റ്റോക്കും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുകയും ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് കൂടി തേടേണ്ടതാണ്. ഇതോടെ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ സഫാനും നിഖിലും ജോയിൻ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.